ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇതിങ്ങനെ ഞാനും അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ ഇരുന്നപ്പോൾ എവിടെയെങ്കിലും പോയാലോ എന്ന് ആലോചിച്ചു. അങ്ങനെ ഞങ്ങൾ പ്രീ പ്ലാൻഡ് ഒന്നും ആയിട്ടല്ല, രാമേശ്വരത്ത് പോകാമെന്ന് അങ്ങനെ ലാസ്റ്റ് ഡിസൈഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ രാമേശ്വരത്ത് പോകുന്ന വീഡിയോ ആണിത്. അങ്ങനെ അച്ഛനാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ്റെ വീഡിയോനെ എടുക്കാം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഡ്രൈവ് ചെയ്യുന്ന വീഡിയോനെ എടുക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് നമ്മുടെ ഈ പനങ്ക ആ മരം കണ്ടു. അപ്പം അവിടെ ഞങ്ങൾ നിർത്തിയിട്ട് അതിൻ്റെ കായും കുറച്ച് ജ്യൂസും അതിൻ്റെ ആ വെള്ളമില്ല അതും കുടിച്ചു. പിന്നെ അവരവിടെ കള്ള് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കരിപ്പോട്ടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ അത് വാങ്ങിയില്ല, ഞങ്ങളിത് വാങ്ങി. അതിൻ്റെ വെള്ളവും അതും കൂടെ ചേർത്തിട്ട് 40 രൂപ എന്തോ ഉള്ളൂ. നമുക്ക് ഒരു ലോങ് ജേർണി ആയിരുന്നു. അങ്ങനെ കുറേ നേരത്തെ ട്രാവലിന് ശേഷം ഞങ്ങൾ അങ്ങനെ രാമേശ്വരത്ത് എത്തിയേക്കാണ്. കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് എപ്പോഴും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് എപ്പോഴും ആൾക്കാരുണ്ടാവും. ഇതാണ് നമ്മുടെ പാമ്പം പാലം. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് പാമ്പം പാലത്തിൻ്റെ അതിൽ പോകുന്ന വീഡിയോ വേണം എന്ന് പറഞ്ഞിട്ട് അതും കൂടെ ചേർത്തിട്ട് വീഡിയോ വേണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ പൊന്നോ, അവിടുന്ന് ഞങ്ങളൊരു 10-15 മിനിറ്റ് അല്ല അതിൽ കൂടുതൽ ആ വെയിലത്ത് നടന്നു. ഇത് അങ്ങനെ കുറേ ഉണ്ടല്ലോ. അപ്പം നമ്മൾ നടന്ന് ഉപ്പാട് വന്നു. കാരണം അവിടെ അതിൻ്റെ ഇടയ്ക്കൊന്നും വണ്ടി നിർത്താനും പറ്റത്തില്ല. അവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് എത്ര രൂപ ഫൈനാണെന്ന്. എന്നാലും നിർത്തുന്ന ആൾക്കാരുണ്ട്, പക്ഷെ ഞങ്ങൾ നിർത്തിയില്ല. അങ്ങനെ ഞാനും അമ്മയും കൂടെ റീൽസ് എന്തെങ്കിലും എടുക്കാമെന്ന് നടക്കുക. പക്ഷെ വെയിൽ കാരണം ഞങ്ങൾക്ക് ഒന്നും എടുക്കാൻ തോന്നില്ല. ഞങ്ങൾ തിരിച്ച് വണ്ടി കയറി. ഇതാണ് പഴയ പാലവും പുതിയതായിട്ട് പണി നടക്കുന്ന പാലവും. അങ്ങനെ ഞങ്ങൾ കുളിച്ച് ഫ്രഷായിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണ്. അരുൾമികു രാമനാഥ സ്വാമി ക്ഷേത്രം രാമേശ്വരത്തിലെ. അപ്പോൾ കാണാൻ നല്ല രസമാണ്. അതുമാത്രമല്ല, നമ്മൾ അവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് കിട്ടുന്നത്. ഞങ്ങൾ പോയത് നട തുറന്ന സമയമാണ്, വൈകുന്നേരം നട തുറന്ന സമയമാണ്. അപ്പോൾ വലുതായിട്ട് ആളുകളൊന്നും ഇല്ല, എന്നാലും ആളുകൾ വന്ന് തുടങ്ങുന്ന സമയമായിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കയറി കഴിഞ്ഞാൽ വലിയ ക്യൂ ഒന്നും കാണത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ നല്ല ക്യൂ ആയിരിക്കും. ഉള്ളിലോട്ട് കയറി നമുക്കൊരു കൊട്ടാരത്തിൽ കയറിയ ഫീലാണ്. കാരണം പണ്ട് ആ ഒരു കല്ലിൻ്റെ ആ ഒരു ഇതും ശില്പങ്ങളും നല്ല രസമാണ് കാണാൻ. പിന്നെ നമുക്ക് ഒത്തിരി ഉണ്ട്. തമിഴ്നാട്ടിലെ അമ്പലങ്ങൾ കേരളത്തിൽ വെച്ച് നോക്കുമ്പോൾ ഒത്തിരി നമുക്ക് നടക്കാനുണ്ട്. ഞങ്ങൾ തിരക്കൊന്നും ഇല്ലാതെ നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി. നമുക്ക് സൈഡിലൊക്കെ ഒത്തിരി കടകളുണ്ട്. ഞങ്ങളങ്ങനെ ചുമ്മാ കടകളിലൊക്കെ കയറി ജസ്റ്റ് സാധനങ്ങളൊക്കെ നോക്കുമായിരുന്നു. അമ്പലത്തിൻ്റെ മറ്റൊരു സൈഡിൽ കടലാണ്. ഈ കടലിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ആറ് പോലെ നമുക്ക് എത്ര വേണമെങ്കിലും നടന്നു പോവാം. ഇപ്പോൾ കുറച്ചുകൂടെ വെള്ളം ആയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. നമ്മുടെ മുട്ടിൻ്റെ എത്ര വരെ ഉണ്ടായിരുന്നു, പണ്ട് അത്ര പോലും ഇല്ലായിരുന്നു. നമുക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ നടന്നു പോകാം, കാരണം നല്ല ക്ലിയർ ആയിട്ട് താഴെ കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ പോയ സമയത്ത് കുറച്ച് മഴ ഉള്ള സമയമായിരുന്നു, അതായിരിക്കും അങ്ങനെ. അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഞങ്ങൾ പിറ്റേ ദിവസം രാമപാദം കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ രാവിലെ ആയിരുന്നു പോയത്. പുലർച്ചെ പോയപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു. സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളായിരുന്നു. അപ്പോൾ നല്ലൊരു വ്യൂ ആയിരുന്നു അവിടുന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ രാമേശ്വരം ഫുള്ള്, നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് അമ്പലം ഫുള്ള് കാണാൻ പറ്റും, ഗോപുരമൊക്കെ കാണാൻ പറ്റും. നമ്മൾ നോർമലി ഉള്ള കല്ലുകളാണെങ്കിൽ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ താന്നു പോകത്തില്ലേ, പക്ഷേ ഇത് എത്ര ആയാലും ഇത് പൊങ്ങി തന്നെ കിടക്കത്തേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് നേരിട്ട് കാണുമ്പോൾ ഇതൊക്കെ ഒരു അത്ഭുതമായിട്ട് തന്നെ തോന്നും. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ധനുഷ്കോടിയിലേക്ക് പോവുകയാണ്. പണ്ട് ഇങ്ങനെ ആൾക്കാർ വന്നു ധനുഷ്കോടി നോക്കിയാൽ നമുക്ക് ശ്രീലങ്ക കാണാൻ പറ്റും. അതൊക്കെ ചുമ്മാ പറയാം, നമുക്ക് ശ്രീലങ്ക കാണാനൊന്നും പറ്റത്തൊന്നുമില്ല. എന്നാലും പക്ഷെ പോകുന്ന വഴികളും ഒക്കെ നല്ല രസമാണ്. ഞാനങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പണ്ട് നമ്മൾ വന്നപ്പോൾ ഈ ധനുഷ്കോടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാലമൊന്നും ഇല്ലായിരുന്നു നമുക്ക്. അപ്പോൾ ഇപ്പോൾ ആ സൈഡൊക്കെ കടൽ കയറി. പണ്ട് അവിടെ കടൽ അധികം കയറിയിട്ടില്ല. അപ്പോൾ അതിലെ ഈ മറ്റേ വലിയ വണ്ടിയില്ലേ, നമ്മുടെ വണ്ടിയിൽ പോകാൻ പറ്റത്തില്ല, കാരണം വീല് താന്നു പോകുന്നു വെച്ചിട്ട് അവരുടെ വണ്ടിയിൽ തന്നെ നമ്മളെ. പക്ഷെ അതൊരു മാതിരിയാണ് നമുക്ക്, കാരണം കുറേ ആൾക്കാരെ നിറച്ച് അങ്ങനെ കൊണ്ടുപോകത്തുള്ളൂ. പക്ഷെ ഇപ്പം നമുക്ക് അങ്ങ് വരെ ധനുഷ്കോടി വരെ പോകാൻ പറ്റും. നല്ല ഭംഗിയാണ്, കാരണം 2 സൈഡും കടലിൻ്റെ നടുക്കൂടെ നമ്മൾ പാലത്തിൽ പോവാണ്. ഈ 2 സൈഡും കാണുന്നത് കടലാണ്. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒത്തിരി പോകണം കേട്ടോ, ഒത്തിരി പോയാൽ മാത്രമേ നമ്മൾ ആ എൻഡിൽ എത്തത്തുള്ളൂ. അപ്പോൾ നമുക്ക് എൻഡ് വരെ പോകാൻ പറ്റും. ഭയങ്കര തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, ഞങ്ങൾ രാവിലെയാണ് പോയത്. ഈ തിരക്ക് കാരണം നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ല. നല്ല തിരക്കാണ്, നല്ല തിരക്കും നല്ല വെയിലും. വെയിൽ കാരണം നമുക്ക് നിൽക്കാൻ തോന്നുന്നില്ല. കുറച്ച് 2 മിനിറ്റ്സൊക്കെ നിന്നാലും നമുക്ക് ഇറങ്ങി ഓടാൻ തോന്നും, അതുമാതിരിയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ ഒരു ടവർ ഉണ്ടായിരുന്നു.
അതിൻ്റെ മുകളിൽ കയറിയപ്പോൾ ഉള്ള ഒരു വ്യൂ ആണിത്. നൈസ് എന്ന് വെച്ചാൽ നല്ല രസമായിരുന്നു. കാരണം റോഡും 2 സൈഡിൽ കടലുകളും പിന്നെ ചെറിയ ചെറിയ വീടുകളും. ഇത് വീടുകൾ മാത്രമല്ല, അവിടുത്തെ ഈ മുക്കോമാരുടെ വീടുകളും പിന്നെ ചെറിയ കടകളും പിന്നെ ഈ പച്ചപ്പും നല്ല രസമായിരുന്നു കാണാൻ. ഞങ്ങൾ എന്നിട്ട് അടുത്ത ബീച്ചിലേക്ക് പോയി. ഇത് ബേ ഓഫ് ബംഗാളായിരുന്നു. ആ കടൽ നമുക്ക് നല്ല ഡേഞ്ചറാണ്, കാണുമ്പോൾ പേടിയാവും. കാരണം നല്ല തിരമാലയാണ്. ഇവിടെ നമ്മൾ കുറേ നടക്കണം. നല്ല രസമാണ്. നടന്ന് പോകുമ്പോഴാണ് ഈ ബീച്ചായിട്ട് വരുന്നത്. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് ഞങ്ങൾ തേനി വഴിയാണ് പോയത്. അപ്പോൾ ഞങ്ങൾ പോകുന്നിടത്ത് ഇതെനക്ക് മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ കയറിയപ്പം അവർ ഞങ്ങളെ പറ്റിച്ചു. ഞങ്ങൾ ആദ്യമേ അവിടെ ഫസ്റ്റ് കയറി. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നോർമലി 30 രൂപയുള്ളായിരുന്നു. അവർ ഞങ്ങളുടെ നിന്ന് 65 രൂപ വാങ്ങി. എന്നാലും പക്ഷേ ഞങ്ങൾക്ക് നല്ല വീഡിയോസും ഫോട്ടോസും ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ നല്ല രസമായിരുന്നു വൈൻയാർഡ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക്. കാരണം ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന അമ്മ ഇങ്ങനെ പറയുന്നത് അയ്യോ അത് ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നല്ലോ, കാണാമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ ദൂരം വന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്കാണ് ഇത് കണ്ടത്. സുർലി വാട്ടർഫാൾസ് ഇല്ലേ, അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവുമായിരുന്നു. ആ പോകുന്ന വഴിക്കായിരുന്നു ഈ മുന്തിരിത്തോട്ടം. ഞങ്ങൾ വിചാരിച്ചതേ ഇല്ല ഇത് കാണാൻ പറ്റുമെന്ന്. ഇതായിരുന്നു സുർലി വാട്ടർഫാൾസ്. 1.5 മണിക്കൂർ ഞങ്ങൾ അവിടുന്ന് നടന്നിട്ടാണ് അത് കാണാൻ വേണ്ടി പോയത്. അപ്പോൾ കാണാൻ വേണ്ടി പോയപ്പോൾ നല്ല രസമായിരുന്നു. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് പേടിയായിരുന്നു, മഴക്കാലം കൂടെ ആയതുകൊണ്ട്. നമുക്ക് പറയാൻ പറ്റത്തില്ല, മലയും കൂടെ അല്ലേ, അപ്പോൾ എപ്പോഴാണ് മലവെള്ളം വരുന്നതെന്നോ നമുക്ക് അതുകൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. പിന്നെ അവിടുത്തെ അവരും പറഞ്ഞായിരുന്നു, ഫോറസ്റ്റ് ഗാർഡ്സും പറഞ്ഞായിരുന്നു പെട്ടെന്ന് നിങ്ങൾ വരണം, മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഇടുക്കി വരെയാണ് വീട്ടിൽ പോകുന്നത്. എന്നിട്ട് നമ്മൾ ഇടുക്കിയിലേക്ക് കയറിയപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു. കാരണം നല്ല തണുപ്പും നമുക്ക് ഈസി ആയിട്ടൊരു ഫീലായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ഏലക്കേൻ്റെ മണവും നല്ല രസമായിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടൊരു യാത്രയായിരുന്നു. നമ്മൾ ഇതിലാണ് നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം പോകുന്നത്. നമ്മളിങ്ങനെ കയറി വരുമ്പോഴത്തേനും നമ്മൾ ഈ വലിയ മലകളാണ് കയറി വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കയറി പോകുമ്പം ഇതെല്ലാം താരോട്ട്. അപ്പോൾ നല്ല ഭംഗിയാണ്. ഇങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ വരും. നമ്മൾ ഹോൺ അടിച്ച് തന്നെ കയറി പോകണം, അല്ലെങ്കിൽ നമുക്കറിയത്തില്ല ഏതെങ്കിലും ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് വരുവാണെന്ന്. നമ്മൾ സൂക്ഷിച്ച് സ്പീഡൊക്കെ കുറച്ച് വേണം പോവാൻ. പിന്നെ എന്നോട് അച്ഛനൊക്കെ പറഞ്ഞു ഇവിടെ ആനയുണ്ട്, അതുകൊണ്ട് ഇതുണ്ടെന്ന്. അപ്പോൾ ഞാനിങ്ങനെ പേടിച്ചിരിക്കും. പക്ഷെ അത് ഇവിടെ അല്ലായിരുന്നു, മൂന്നാറിലായിരുന്നു. എന്നാലും ഞാൻ വിചാരിച്ചു ഇവിടെ ആയിരിക്കും. എനിക്കിങ്ങനെ ന്യൂസിൽ കണ്ടിട്ട് നമ്മളിങ്ങനെ ന്യൂസിലൊക്കെ വീഡിയോസൊക്കെ കാണാറില്ലേ, അപ്പോൾ ഞാൻ അതാന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ പേടിച്ചിരിക്കും, അയ്യോ ആന കാണുമോ ഇല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെ വരുന്ന വഴിക്ക് തന്നെ ഒരു സെറ്റ് വെള്ളച്ചാട്ടം കണ്ടുകഴിഞ്ഞാൽ പാലാന്ന് തോന്നിക്കുന്ന കണക്കത്തെ വെള്ളച്ചാട്ടം കാണാൻ നല്ല രസമായി. ഒരു സെറ്റായിരുന്നു അത്. നമുക്കങ്ങനെ വ്യൂ പോയിൻ്റ് ഒന്നും അല്ല, ഈ പോകുന്ന വഴിക്ക് തന്നെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് വണ്ടി നിർത്തിയൊരു വളവില്ല. അപ്പോൾ നമ്മൾ നിർത്തി കാണുമ്പോഴൊക്കെ സൂക്ഷിച്ച് വേണം. എപ്പോഴാണ് ഈ ബസ്സും ഇതൊക്കെ വലിയ വണ്ടികൾ വരുന്നതാണ്. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്നില്ല. അതുമാത്രമല്ല നമുക്ക് ഇറങ്ങാനും പറ്റത്തില്ല, കാണുമ്പോഴായിരുന്നു നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരെണ്ണമാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ ഇടുക്കിയിലോട്ട് കയറിയപ്പോഴത്തേനും തേയിലത്തോട്ടങ്ങളും ഏലക്കത്തോട്ടവും ഒക്കെ ആയിരുന്നു. നല്ല മണമായിരുന്നു. അങ്ങോട്ട് കയറുമ്പോഴേ നമുക്ക് സെറ്റായിരുന്നു. നല്ല രസമാണ്. കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ കോടയൊക്കെ ഇറങ്ങിയിട്ട്. ഞങ്ങൾ അങ്ങനെ വരുന്ന വഴിക്ക് പട്ടാളക്കാരൻ്റെ കടയെന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു. കാരണം തമിഴ്നാട്ടിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിങ്ങനെ കേരളത്തിലോട്ട് വരുമ്പം അത് പ്രത്യേക ഒരു ഫീലാണ്. ഇത് നമ്മൾ വരുന്ന വഴിക്ക് നമ്മൾ റീലൊക്കെ കാണുന്ന വെള്ളച്ചാട്ടമില്ലേ, അതായിരുന്നു. നല്ല തണുത്ത വെള്ളമായിരുന്നു ആ സന്ധ്യ സമയത്തൊക്കെ ആയതുകൊണ്ടേ. എന്നിട്ട് ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10:30-11 മണിയായപ്പോഴത്തേനും വീട്ടിലെത്തി. ഇതൊക്കെയായിരുന്നു എൻ്റെ രാമേശ്വരം യാത്രയും. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു.